ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 7 ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ചാപ്റ്റർ ഒന്ന് നോക്കാം. ഈ ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് കാണണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഫ്രാക്ഷൻസ് എന്ന് നോക്കാം. ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടുള്ള ഒരു സാധനത്തിൽ നിന്നും എടുക്കുന്ന ഒരു പാർട്ട്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ശരിയായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 റെക്റ്റാങ്കിൾസ് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ റെക്റ്റാങ്കിളിനെ ഞാൻ ഇതേ 2 പീസസ് ആയിട്ട് കട്ട് ചെയ്തു. രണ്ടാമത്തെ റെക്റ്റാങ്കിളിനെ ഞാനിവിടെ 3 പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിളിനെ 4 പീസസ് ആയിട്ട് കട്ട് ചെയ്തു. ഇതെല്ലാം ഈക്വൽ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലെ ഒരു പോർഷൻ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇതിന് എനിക്ക് പറയാം 2 പീസസ് ആയിട്ട് കട്ട് ചെയ്തതിലെ ഒരു പീസ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ 2 ആയിട്ട് കട്ട് ചെയ്തതിൽ 1 പീസ്. അങ്ങനെ ഈ 2 പാർട്ടും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇതൊരു ഫുള്ളായി അല്ലേ. അതാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഫ്രാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ പാർട്ട് ഓഫ് ദ ഹോൾ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, 1/2 1/2 എന്ന് പറയുന്നു. ഈ 2 1/2 കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ റെക്റ്റാങ്കിൾ കിട്ടിയല്ലോ. ഇവിടെ നോക്കൂ, ഇത് 3 പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3 പീസായി കട്ട് ചെയ്തതിൽ ഒരു പോർഷനാണ് ഇത്. അതുപോലെ തന്നെ ഇത് അടുത്ത പോർഷൻ, ഇത് അടുത്ത പോർഷൻ. ഇങ്ങനെ ഈ 1/3 1/3 1/3 എല്ലാം കൂടിക്കഴിഞ്ഞാൽ എന്തായി? ഇതൊരു ഫുൾ റെക്റ്റാങ്കിളായി മാറും അല്ലേ. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു ഹോൾ തിങ്ങിൽ നിന്നും ഒരു പാർട്ട് എടുക്കുന്നതാണ് നമ്മുടെ ഫ്രാക്ഷൻ. ഇത് നോക്കൂ, ഇതെന്ത് ചെയ്യാം, നമുക്ക് 4 പീസസ് ആയി കട്ട് ചെയ്തിട്ടുണ്ട്. അതിലെ ഒരു പാർട്ടാണിത്, വേറൊരു പാർട്ട് ഇത്. നോക്കൂ, കണ്ടോ? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? 1/4 + 1/4 + 1/4 + 1/4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഫുൾ റെക്റ്റാങ്കിൾ കിട്ടും. അത്രയേ ഉള്ളൂ. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് കേട്ടോ കൂട്ടുകാരെ. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും, നല്ല മാർക്കും വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഇവിടെ ഒരു റെക്റ്റാങ്കിളിനെ 4 പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പാർട്ടാണ് ഇത്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എത്ര പീസായിട്ടാണോ കട്ട് ചെയ്തിട്ടുള്ളത് അതാണ് ഡിനോമിനേറ്റർ ആയിട്ട് നമ്മൾ എഴുതുന്നത്. അതായത് ഇവിടെ 4 പീസസ് ആയി കട്ട് ചെയ്തു. ഈ ഷെയ്ഡഡ് പാർട്ട് അതാണ് ഇവിടെ എഴുതുന്നത്. നമ്മൾ എടുത്ത പോർഷൻ എത്ര ഷെയ്ഡ് ചെയ്തിട്ടുള്ള പോർഷൻ? അത് 1 ആണ്. അതിവിടെ എഴുതി. അതുപോലെ ഇനി ഇതും നോക്കാം. പക്ഷെ അതിനിടയ്ക്ക് ഞാനൊരു ടേം യൂസ് ചെയ്തല്ലോ, ഡിനോമിനേറ്റർ. നിങ്ങൾക്കറിയാലോ അതൊക്കെ. ഇപ്പോൾ ഇത് 1/4 എന്ന് എഴുതുമ്പോൾ 4 പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ എത്ര പാർട്ട് അതിൽ നിന്ന് ഷെയ്ഡ് ചെയ്തു? 1 പാർട്ടാണ്. അതാണ് നമ്മുടെ ന്യൂമറേറ്റർ ആയിട്ട് നമ്മൾ മേലെ എഴുതിയിട്ടുള്ളത്. ഇതാണ് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ കേട്ടോ. ഇവിടെ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഏതായിട്ട് എടുക്കും? ഇവിടെ എത്ര പാർട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? 1 2 3 പാർട്സ്. അപ്പോൾ 3 നമ്മൾ മേലെ കൊടുത്തു. എത്ര പാർട്ടായി കട്ട് ചെയ്തിട്ടുണ്ട്? ഇതിനെ 8 പാർട്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ 8 ഡിനോമിനേറ്റർ ആയിട്ട് കൊടുത്തു. ഇനി ഇവിടെ നോക്കൂ, ഇതിൽ എത്ര പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്? 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പീസാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് 1/2. ഇത് നോക്കൂ, ഇത് എത്ര പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്? ഇത് 1 2 3 4 5 6 7 8 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എത്ര പീസാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? 1 പീസ് അല്ലേ. നമുക്ക് 1/8 എന്ന് എഴുതാം. ഇവിടെ എത്ര പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്? 1 2 3 4 5 6. അപ്പോൾ ഡിനോമിനേറ്റർ 6 ആയിരിക്കും. ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് 2 പാർട്സ് ആണ്. അത് മേലെ എഴുതി കൊടുത്തു. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ എത്ര പീസാണ്? 1 2 3 4 5 6. എത്ര പീസാണോ അത് നമ്മൾ താഴെ കൊടുത്തു. ഡിനോമിനേറ്റർ ആണത്. ഒരു പീസാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്രാക്ഷൻസ് തന്നെ ഉണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ്. അതൊക്കെ എന്താണെന്ന് നോക്കാം നമുക്ക്. അതായത് പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സ് ഫ്രാക്ഷൻ, അങ്ങനെ 3 ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് ഉണ്ട്. അതിൽ പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ 2 എക്സാമ്പിൾസ് വന്നിട്ടുണ്ട് നമുക്ക്. 7/9 ആൻഡ് 8/10. നോക്കൂ, ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിൽ ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതാണ് ന്യൂമറേറ്റർ അല്ലേ. 9 ആണ് ഇവിടെ ഡിനോമിനേറ്റർ, ന്യൂമറേറ്റർ 7 ആണ്. അതുപോലെ തന്നെ ഇവിടെ 10 ആണ് ഡിനോമിനേറ്റർ, ന്യൂമറേറ്റർ
8 ആണ്. ഇതിൽ നോക്കൂ, ഇതിനേക്കാൾ ഈ ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതാണ് ന്യൂമറേറ്റർ. ഇവിടെ അങ്ങനെ തന്നെ ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതാണ് ന്യൂമറേറ്റർ. അങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇഫ് എ ന്യൂമറേറ്റർ വാല്യൂ ഈസ് ലെസ് ദാൻ ദ ഡിനോമിനേറ്റർ വാല്യൂ ഇറ്റ് ഈസ് കോൾഡ് എ പ്രോപ്പർ ഫ്രാക്ഷൻ. അതിൻ്റെ 2 എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തത്. ഇനി നമ്മൾ വേറെ വേറെ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഫ്രാക്ഷൻസിനെ കൂടുതൽ പരിചയപ്പെടാം കേട്ടോ. ഇനി അടുത്തത് നോക്കൂ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. എന്താണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ? 2 എക്സാമ്പിൾസ് ഉണ്ട്, അത് വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കൂ, 6/5, 11/10. നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് അല്ലേ. ഇവിടെ ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ് ന്യൂമറേറ്റർ. ഇവിടെ നോക്കൂ, അതുപോലെ തന്നെ അല്ലേ, ഡിനോമിനേറ്റർ 10, ന്യൂമറേറ്റർ 11. ഇതിൽ രണ്ടിലും ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ് ന്യൂമറേറ്റർ. ഇതിനെയാണ് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമായിരുന്നു. ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണ്. ഇനി അടുത്തത് നോക്കാം നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ എന്താണെന്ന്. മിക്സ്ഡ് ഫ്രാക്ഷനും എക്സാമ്പിൾ വെച്ച് പറയാം. 5 3/4, 10 1/2. ഇവിടെ എന്താണ് പ്രത്യേകതയായിട്ട് നിങ്ങൾ കണ്ടത്? ഒരു ഹോൾ നമ്പർ ഉണ്ട് അല്ലേ. ഇതിൽ കണ്ടോ, 5 ഒരു ഹോൾ നമ്പറാണ്, 10 ഒരു ഹോൾ നമ്പറാണ്, 3/4 ഒരു ഫ്രാക്ഷനാണ്, 1/2 ഒരു ഫ്രാക്ഷനാണ്. അപ്പോൾ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഹോൾ നമ്പറിൻ്റെയും ഫ്രാക്ഷൻ്റെയും ഒരു മിക്സ്. കണ്ടോ, ഒരു ഹോൾ നമ്പറും ഉണ്ട്, ഒരു ഫ്രാക്ഷനും ഉണ്ട്, അത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ. അപ്പോൾ ഇഫ് എ ഫ്രാക്ഷൻ കൺസിസ്റ്റ് ഓഫ് ഹോൾ നമ്പർ വിത്ത് എ പ്രോപ്പർ ഫ്രാക്ഷൻ ഇറ്റ് ഈസ് കോൾഡ് എ മിക്സ്ഡ് ഫ്രാക്ഷൻ. അപ്പോൾ ഇവിടെ വന്ന ഫ്രാക്ഷൻ പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. കണ്ടോ, ന്യൂമറേറ്റർ വലുത്, ഡിനോമിനേറ്റർ ചെറുത്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഇങ്ങനെ മിക്സ് ഫ്രാക്ഷൻ ആയിട്ട് വരില്ല കേട്ടോ. ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാനൊക്കെ പറ്റും. അത് ഞാൻ അടുത്തതായിട്ട് പറഞ്ഞു തരാം കേട്ടോ, എങ്ങനെയാണ് കൺവേർഷൻ എന്നൊക്കെ. ഇനി നമുക്ക് ഇത് മൂന്നും അല്ലാതെ വേറെ കുറച്ച് ടൈപ്പ് ഫ്രാക്ഷൻസും കൂടെ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ലൈക്ക് ഫ്രാക്ഷൻസ്, അൺലൈക്ക് ഫ്രാക്ഷൻസ്, ഈക്വലന്റ് ഫ്രാക്ഷൻസ്. ലൈക്ക് ഫ്രാക്ഷൻസ് എന്താണെന്ന് നോക്കാം. ലൈക്ക് ഫ്രാക്ഷൻസിൽ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിരിക്കും. 1/2, 3/2, 4/2 ഇങ്ങനെയൊക്കെ പറയുന്ന ഇതിന് കണ്ടോ, ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം? ലൈക്ക് ഫ്രാക്ഷൻസ്. അപ്പോൾ ഇതിൽ ന്യൂമറേറ്റർ ഡിഫറെൻ്റ് ആണ്, പക്ഷേ ഡിനോമിനേറ്റർ സെയിം ആണ് കേട്ടോ. ഇനി അടുത്തത് അൺലൈക്ക് ഫ്രാക്ഷൻസ്. അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലൈക്ക് അല്ല. 1/3, 2/4, 3/5 കണ്ടോ, ഇതിലൊക്കെ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. അങ്ങനെയുള്ള ഫ്രാക്ഷൻസിനാണ് നമ്മൾ പറയുന്നത് അൺലൈക്ക് ഫ്രാക്ഷൻസ്. ഇനി എന്താണ് ഈക്വലന്റ് ഫ്രാക്ഷൻസ് എന്ന് നോക്കാം നമുക്ക്. ഇതാ നമ്മുടെ കയ്യിൽ 2/4ഉം 4/8ഉം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഈക്വലന്റ് ഫ്രാക്ഷൻ ആണെന്ന് പറയുന്നു. എങ്ങനെയാണ് ഇവർ ഈക്വലന്റ് ഫ്രാക്ഷൻ ആകുന്നത്? അതെങ്ങനെയാണെന്ന് വെച്ചാൽ 2വിനെയും 4നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 4/8 കിട്ടുന്നത്. അപ്പോൾ 2 × 2 4, 4 × 2 8. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ കിട്ടുന്ന ഫ്രാക്ഷനെയാണ് നമ്മൾ പറയുന്നത് ഈക്വലന്റ് ഫ്രാക്ഷൻ. മനസ്സിലായോ കൂട്ടുകാരെ? ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഫ്രാക്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി അല്ലേ. ഇപ്പോൾ എന്തൊക്കെ കണ്ടു നമ്മൾ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, പ്രോപ്പർ ഫ്രാക്ഷൻ ആൻഡ് മിക്സ്ഡ് ഫ്രാക്ഷൻ കണ്ടു. പിന്നെ ലൈക്ക് ഫ്രാക്ഷൻസ്, അൺലൈക്ക് ഫ്രാക്ഷൻസ് ആൻഡ് ഈക്വലന്റ് ഫ്രാക്ഷൻസ് കണ്ടു. എങ്ങനെയാണ് മിക്സ്ഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ 2/3 എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഈ ഹോൾ നമ്പർ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, ആ ഹോൾ നമ്പറിനെ എഴുതുന്നു. എന്നിട്ട് ഇവിടെയുള്ള ഡിനോമിനേറ്ററുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടുത്തെ ന്യൂമറേറ്റർ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഡിവൈഡഡ് ബൈ ഇവിടെ എത്രയാണോ നമ്മുടെ ഡിനോമിനേറ്റർ ഉള്ളത് അതും കൂടെ എഴുതി കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? 2 × 3 6, 6 + 2/3 ഈക്വൽസ് ടു 6 + 2 8 ആണ്. 8/3 എന്ന ആൻസർ കിട്ടി. ഇതാണ് നമ്മുടെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. നോക്കൂ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയില്ലേ. ന്യൂമറേറ്റർ അല്ലേ ഇപ്പോൾ വലുത്, ഡിനോമിനേറ്റർ ചെറുതല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഈക്വൽസ് ടു 8/3 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. 3 1/4
ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 4 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4. അതായത് ഈ 3 എഴുതി ഫസ്റ്റ്, പിന്നെ നമ്മുടെ ഡിനോമിനേറ്ററുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, അതിനെ പ്ലസ് 1 ചെയ്തു, ഡിവൈഡഡ് ബൈ 4. നോക്കൂ, 3 ഇൻറ്റു 4 12 പ്ലസ് 1 ബൈ 4 ദാറ്റ്സ് ഈക്വൽസ് ടു 13/4. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ? ഇനി അടുത്തത് നോക്കാം നമുക്ക്. 4 2/5 ആണ് അല്ലേ? അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? 4 2/5 ഈക്വൽസ് ടു 4 ഇൻറ്റു 5 പ്ലസ് 2/5 ഈക്വൽസ് ടു 20 പ്ലസ് 2/5. 20 പ്ലസ് 2 22/5. ഇതാണ് നമ്മുടെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇനി അടുത്തത് നോക്കൂ. 2 3/5 ആണ്. എങ്ങനെ ചെയ്യാം? അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞു നോക്കുന്നുണ്ടാവും അല്ലേ മനസ്സിൽ. 2 ഇൻറ്റു 5 പ്ലസ് 3/5 ഈക്വൽസ് ടു 10 പ്ലസ് 3/5 13/5. ഇനി അടുത്തത് നോക്കൂ. 1 3/2 ഈക്വൽസ് ടു 1 ഇൻറ്റു 2 പ്ലസ് 3/2 ഈക്വൽസ് ടു 2 പ്ലസ് 3/2 ഈക്വൽസ് ടു 5/2. മനസ്സിലായില്ലേ കൂട്ടുകാരെ? ഇനി കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ ചെയ്യും കേട്ടോ. നിങ്ങൾക്കിത് പെർഫെക്റ്റ് ആക്കി തന്നിട്ടേ ഞാൻ പോകും, ഉറപ്പായിട്ടും. ഇനി അടുത്ത നോക്കൂ. നേരെ തിരിച്ച് ഇവിടെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഉണ്ട്, ഇതിനെ നമുക്ക് മിക്സ് ഫ്രാക്ഷൻ ആക്കി മാറ്റണം. ഈ എക്സാമ്പിൾസ് ചെയ്ത് നോക്കി തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂമറേറ്റർ വലുത്, ഡിനോമിനേറ്റർ ചെറുത്. അപ്പോൾ ഇതിനെ നമുക്ക് നോർമൽ ഡിവിഷൻ തന്നെ ചെയ്യണം. 9 ഡിവൈഡഡ് ബൈ 4 അങ്ങനെ എഴുതി നോക്കാം നമുക്ക്. 9ൽ 4 2 ടൈംസ്, 2 4s are 8. 9 മൈനസ് 8 ഈസ് 1. ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ഈ ആൻസർ ഉണ്ടല്ലോ, അത് ഹോൾ നമ്പറായിട്ട് എഴുതി കൊടുക്കാം. ഇവിടെ വന്ന ഈ റിമൈൻഡർ ഉണ്ടല്ലോ, അതിനെ 1 എന്ന് എഴുതാം. ഏത് നമ്പർ കൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്തത് അതിവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, എല്ലാ കുട്ടികൾക്കും വരുന്നൊരു മിസ്റ്റേക്കാണ് ഇതിന് രണ്ടിനെയും തിരിച്ചെഴുതുന്നത്. ഇതിന് മേലെ ഇതിനെ താഴെ ആയിട്ട് എഴുതും. അപ്പോൾ നിങ്ങൾ ആ മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ ഏതാണോ ഡിനോമിനേറ്റർ ഉള്ളത് ആ ഡിനോമിനേറ്റർ തന്നെ ആയിരിക്കും നമ്മുടെ ആൻസറിൽ ഡിനോമിനേറ്റർ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നോക്കൂ, ഇപ്പോൾ എന്താ നമ്മൾ ചെയ്തത്? ഈ നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കോഷ്യൻ്റായിട്ട് വരുന്ന നമ്പറിനെ നമ്മൾ ഇവിടെ ഹോൾ നമ്പറായിട്ട് എഴുതി കൊടുത്തു. റിമൈൻഡർ ആയിട്ട് വന്നതിനെ നമ്മൾ ന്യൂമറേറ്ററായിട്ട് എഴുതി. ഡിനോമിനേറ്ററായിട്ട് നമ്മൾ എന്താണോ ഇവിടെ ഡിനോമിനേറ്റർ ഉള്ളത് അത് തന്നെ എഴുതി കൊടുത്തു. 2 ഇൻറ്റു 4 പ്ലസ് 1/4 ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. 2 ഇൻറ്റു 4 8. 8 പ്ലസ് 1 9. 9/4 കിട്ടിയില്ലേ? ഇതല്ലേ നമുക്കിവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. നമുക്ക് ഓരോ പ്രോബ്ലംസ് നമുക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ശരിക്കും ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലായില്ലേ കൂട്ടുകാർക്ക്? നമുക്ക് അടുത്തതും ചെയ്തു നോക്കാം. ഈ പ്രോബ്ലം ചെയ്തതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. 26നെ നമുക്ക് 7 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 26ൽ 7 3 ടൈംസ്, 3 7s are 21. 6 minus 1 is 5. 2 minus 2 is 0. ഇങ്ങനെ കിട്ടിയില്ലേ നമുക്ക്? അപ്പോൾ ഇവിടെ മേലെ വന്ന ആൻസറിനെ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. അതായത് 3, റിമൈൻഡറിന് നമുക്ക് 5 ഇവിടെ എഴുതി കൊടുത്തു ന്യൂമറേറ്ററായിട്ട്, പിന്നെ 7 കൊടുത്തു. ഉണ്ടോ? ഇവിടെ വന്ന അതേ ഡിനോമിനേറ്റർ തന്നെ നമ്മളിവിടെ കൊടുത്തത്. എന്തുകൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്തത് ആ നമ്പർ. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി നോക്കൂ. 7 ഇൻറ്റു 3 ഈസ് 21. 21 പ്ലസ് 5 ഈസ് 26. 26/7 നമ്മുടെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ തന്നെയാണല്ലോ ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുപോലെ അടുത്തത് ചെയ്തു നോക്കാം നമുക്ക്. 15 ഡിവൈഡഡ് ബൈ 6 ആണല്ലോ. 2 6 are 12. 5 minus 2 is 3. 1 minus 1 is 0. അപ്പോൾ നമുക്ക് ഹോൾ നമ്പറായിട്ട് കിട്ടിയിട്ടുള്ളത് 2 ആണല്ലോ. 2വിന് നമുക്ക് ആൻസറായിട്ട് കൊടുത്തു. ഇവിടെ 3 ആണുള്ളത്. 3/6 കണ്ടോ? ഡിനോമിനേറ്റർ 6 അതുപോലെ എഴുതണം കേട്ടോ, എപ്പോഴും തെറ്റ് വരുത്തല്ലേ. ഇനി അടുത്തത് നമുക്ക് 22/5 ആണ്. അപ്പോൾ സെയിം മെത്തേഡ് തന്നെ 22വിനെ നമുക്ക് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 4 5s are 20. 2 minus 0 is 2. 2 minus 2 is 0. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? ഇതിൻ്റെ ആൻസർ ഇവിടെ 4 ഉണ്ട്.
ഈ റിമൈൻഡർ 2 ആയിട്ടെടുത്തു. ഈ 5 ഡിനോമിനേറ്ററായിട്ട് വന്നു. കണ്ടില്ലേ? 5. ഓക്കെ, ഇതാണ് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സ് ഫ്രാക്ഷൻ ആക്കുന്ന മെത്തേഡ് കേട്ടോ. ഇനിയും എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ കേട്ടോ. എത്ര വേണമെങ്കിലും പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഡെസിമൽസിന് ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 0.83 ആണല്ലോ. അത് എഴുതി കൊടുത്തു ഞാൻ. എന്നിട്ട് നമ്മൾ കൗണ്ട് ചെയ്യണം എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട് ഇവിടെ എന്ന്. നോക്കൂ, ഇവിടെ 1 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 1 എഴുതിയിട്ട് 2 zeros കൊടുക്കണം. എത്ര സീറോസ് വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട് എന്നതിനനുസരിച്ചാണ്. പക്ഷെ നമുക്ക് ഒരു നമ്പറിനെ വെറുതെ പോയിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും വേണം, എന്നാലേ ശരിയാവും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്തത്? 0.83നെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ വാല്യൂ മാറുന്നില്ലല്ലോ. ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു, ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് 0.96 ആണുള്ളത്. 2 ഡെസിമൽ പ്ലേസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് 100 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡഡ് ബൈ 100 ചെയ്യാം. 2 ഡെസിമൽ പ്ലേസ് റൈറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് 96 എന്നിവിടെ കിട്ടുന്നു. ഇവിടെ 100 അതുപോലെ തന്നെ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് 96/100 എന്ന് എഴുതാം. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും ചെയ്തെഴുതും നിങ്ങൾക്ക് മനസ്സിലായത് എന്താ? 0.83നെ ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡെസിമൽസ് മാറ്റി നമ്മൾ എഴുതി. 1 എഴുതുക, അതിൻ്റെ കൂടെ എത്ര സീറോസ് എഴുതണം എന്നൊക്കെ, 10 ആണോ 100 ആണോ 1000 ആണോ 10,000 ആണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെ? ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടെന്ന് നോക്കിയിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, 0.4 ആണ്. 4 എഴുതി. ഇവിടെ 1 ഡെസിമൽ പ്ലേസ് ആയതുകൊണ്ട് നമ്മൾ 10 എന്ന് എഴുതി. ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ആയപ്പോൾ നമ്മൾ 100 ചെയ്തു. ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ആയപ്പോൾ നമ്മൾ 100 ചെയ്തു. ഇവിടെയോ? ഇവിടെ 1 ഡെസിമൽ പ്ലേസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 6/10. ഇവിടെ 1 ഡെസിമൽ പ്ലേസേ ഉള്ളൂ. അപ്പോൾ 2/10. ഇവിടെ 1 ഡെസിമൽ പ്ലേസ് ആണ്. അപ്പോൾ അതിന് നമുക്ക് 7/10. ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 19/100 എന്ന് എഴുതി കൊടുക്കാം. വളരെ ഈസി ആയില്ലേ? ഈ സ്റ്റെപ്സിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ചെയ്യാം. നമുക്ക് സ്റ്റെപ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സ്റ്റെപ്സ് എഴുതി കൊടുക്കുക. വേറെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആൻസർ എഴുതി പോവാലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുന്നതാണ്. ഇവിടെ 10/20 അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്ത് മാറ്റണം. അതാണ് സിംപ്ലസ്റ്റ് ഫോമിലാക്കുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ 0 കോമൺ ആണ്, അത് കട്ട് ചെയ്തു. 1/2 എന്ന ആൻസർ കിട്ടി. നമുക്കതിവിടെ എഴുതി കൊടുക്കാം, 1/2. ഇനി അടുത്തത് നോക്കൂ, 20/70 ആണ്. 0 കോമൺ ആയിട്ടുണ്ട്, നമ്മൾ ക്യാൻസൽ ചെയ്ത് കൊടുത്തു. നമുക്ക് 2/7 എന്ന് കിട്ടി. ആ ആൻസർ ഇവിടെ എഴുതാം നമുക്ക്. ഇനി അടുത്തത് 3/12 ആണ്. ഇവിടെ നമുക്ക് സീറോസ് ഒന്നുമില്ല കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ഏതിൻ്റെങ്കിലൊക്കെ ഡിവിസിബിൾ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ 3ൽ 3 1 ടൈമാണ്. 12ൽ 3 4 ടൈംസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ 1/4 എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമ്മുടെ ഇവിടെ എഴുതി കൊടുക്കേണ്ട സിംപ്ലസ്റ്റ് ഫോം 1/4 ആണ്. ഇനി അടുത്തത് നമുക്ക് 4/18 നോക്കാം. ഇവിടെ നമുക്ക് 4നെ 18നെ ഫസ്റ്റ് തന്നെ 2 ആയിട്ട് കട്ട് ചെയ്യാം അല്ലേ. 4ൽ 2 ടൈംസ്, 18ൽ 2 9 2s are 18 9 ആണ്. അപ്പോൾ നമ്മുടെ സിംപ്ലസ്റ്റ് ഫോം 2/9 ആണ്. അപ്പോൾ ആൻസർ 2/9 എന്നിവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് 16/80 നോക്കാം. 16ൽ 2 8 ടൈംസ്, 8ൽ 2 4 ടൈംസ്, 0 എഴുതാൻ മറക്കരുത്, 40. ഇനി 8ൽ 2 4 ടൈംസ്, 4ൽ 2 2 ടൈംസ് 20. വീണ്ടും കട്ട് ചെയ്യാം. 4ൽ 2 2 ടൈംസ്, 2ൽ 2 1 ടൈം, ഈ 0 കൊടുക്കാം. 2ൽ 2 1 ടൈം, 10ൽ 2 5 ടൈംസ്. ഇപ്പം നമുക്ക് ആൻസർ 1/5 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. അത്രയും സ്റ്റെപ്സ് കട്ട് ചെയ്യണം എന്നൊന്നൊരു നിർബന്ധമില്ല. 16/80 ആണല്ലോ. നമുക്ക് 8 ആയിട്ട് കട്ട് ചെയ്യാലോ. കാണുമ്പോൾ തന്നെ അറിയാലോ, 8 × 2 16 ആണ് അല്ലേ. 16ൽ 8 2 ടൈംസ്, 8ൽ 8 1 ടൈം, ഇത് 10 എന്ന് കിട്ടിയപ്പോൾ ഇനി നമുക്ക് ഇവിടെ 2ൽ 2 1 ടൈം,
10 to 5 times 1/5. ഇത്രയും സ്റ്റെപ്സിൻ്റെ ആവശ്യമില്ല. അത് നിങ്ങൾക്ക് ഈ നമ്പേഴ്സ് കാണുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് നമ്പറായിട്ടാണ് പറ്റുന്നത് അത് വെച്ചിട്ട് കട്ട് ചെയ്യുക കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ മേലെ ഏത് നമ്പറാണോ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ വേണം താഴെ കേട്ടോ. മേലെ 2 ആയിട്ട് കട്ട് ചെയ്തു, താഴെ 3 ആയിട്ട് കട്ട് ചെയ്തു, അങ്ങനെ ഒന്നും ചെയ്യരുത്. മേലെ 2 ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ താഴെ അതുപോലെ തന്നെ ന്യൂമറേറ്ററിനെ കട്ട് ചെയ്യുന്ന അതേ നമ്പർ കൊണ്ട് തന്നെ ഡിനോമിനേറ്ററിനെയും കട്ട് ചെയ്യണം കേട്ടോ. എല്ലാം ശ്രദ്ധിക്കണം കൂട്ടുകാരെ. ഇതൊക്കെ കുട്ടികൾ എപ്പോഴും വരുത്തുന്ന മിസ്റ്റേക്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് നോക്കി, 40/48. അപ്പോൾ കൂട്ടുകാരെ ഇവിടെ രണ്ടും ഈവൻ നമ്പറാണ്. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത് 2 ആയിട്ട് കട്ട് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിനെ 4 ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. 4ൽ 4 1 ടൈം, ഈ 0 എഴുതി കൊടുത്തു. 4ൽ 4 1 ടൈം, 8ൽ 4 2 ടൈംസ്. ഇനി 10ൽ 2 5 ടൈംസ്, 12ൽ 2 6 ടൈംസ്. നമ്മുടെ ആൻസർ 5/6 എന്ന് കിട്ടി നമുക്ക്. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ ഈസിയാണ്. കൂട്ടുകാർക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. അതുകൂടാതെ തന്നെ നമ്മളിനിപ്പോൾ ഇതിൻ്റെ എക്സസൈസ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇൻട്രഡക്ഷൻ വീഡിയോയും എക്സസൈസ് വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ചാപ്റ്ററിൽ ഒരു ഡൗട്ടും ഉണ്ടാവില്ല, ഉറപ്പ്. ഇനി നമുക്ക് ഓപ്പറേഷൻസ് ഓൺ ഫ്രാക്ഷൻസ് ആണ് ചെയ്യാനുള്ളത്. കുറച്ച് എക്സാമ്പിൾസിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കുന്നത് 3/9 + 4/9 ആണ്. അപ്പോൾ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ് ഓപ്പറേഷൻസ് ഒക്കെ. ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ ന്യൂമറേറ്റർ രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 3 + 4 7 ആണ്. ഈ സെയിം ഡിനോമിനേറ്റർ ഇവിടെ എഴുതി കൊടുക്കുക. അത്രയേ ഉള്ളൂ. വേറെ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡിനോമിനേറ്റർ ആഡ് ചെയ്യാൻ പോകരുത് കേട്ടോ. ഡിനോമിനേറ്റർ ഇവിടെ സെയിം ആയിട്ടുള്ള ഈ ഡിനോമിനേറ്റർ അതെന്താണോ അത് തന്നെയാണ് ആൻസറിൻ്റെ ഡിനോമിനേറ്ററായിട്ട് എഴുതി കൊടുക്കേണ്ടത്. അഡീഷൻ്റെ റൂൾസ് ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ കിട്ടിയ ആൻസർ നമുക്ക് 7/9 എന്നാണ്. ഇനി നമുക്ക് അതുപോലെ ഇതെല്ലാം ചെയ്യാലോ. 5/9 + 2/9 എന്താണ് ആൻസർ? 5 + 2 = 7, 7/9. സെയിം ആൻസർ തന്നെ അല്ലേ. ഇനി ഇത് നോക്കാം. 2/6 + 3/6 = രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമുക്ക് ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യാം. 2 + 3 = 5/6. അടുത്തത് 1/4 + 1/4 ആണ്. ഇത് നമുക്ക് 2/4 എന്ന് എഴുതാലോ. ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ലാതെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 1/3 + 1/18 ആണ്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ 1 + 1 2/3 + 18 21 അങ്ങനെ എഴുതാൻ പാടില്ല. എന്ത് വേണമെന്ന് വെച്ചാൽ ഡിനോമിനേറ്റേഴ്സ് രണ്ടും സെയിം ആക്കണം, ഈക്വൽ ആക്കണം രണ്ടും. എന്നിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അഡീഷനോ സബ്ട്രാക്ഷനോ ചെയ്യാൻ. അഡീഷൻ്റെ സബ്ട്രാക്ഷൻ്റെ റൂളാണ് കേട്ടോ കൂട്ടുകാരെ അത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ 3യുടെയും 18ൻ്റെയും LCM കാണണം. അപ്പോൾ LCM കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഈ രണ്ട് നമ്പേഴ്സിനെ ഇങ്ങനെ എഴുതി കൊടുക്കുക. 3 and 18. 3ൽ 3 1 ടൈം, പിന്നെ 18ൽ 3 6 ടൈംസ്. ഇനി 6 ഇവിടെ എഴുതാം, 1 അതുപോലെ തന്നെ എഴുതി. 6ൽ 6 1 ടൈം കഴിഞ്ഞു. അപ്പോൾ 3 × 6 18. 18 ആണ് ഇതിൻ്റെ LCM. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ നമുക്ക് 18 എന്നാക്കണം. അതിനുവേണ്ടി ഇവിടെ 3 × 6 ചെയ്യാം. അതുപോലെ ഡിനോമിനേറ്ററിന് നമ്മൾ 3 × 6 ചെയ്ത് 18 ആക്കി. പക്ഷേ വാല്യൂ മാറാതിരിക്കാൻ ഒപ്പം ന്യൂമറേറ്ററിനും കൊടുക്കണം. ഇവിടെ 18 തന്നെയാണ് അതിൻ്റെ ഡിനോമിനേറ്റർ. അതുകൊണ്ട് ഇവിടെ മറ്റ് ചേഞ്ചസ് ഒന്നും വരുത്തേണ്ടതില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് 1 × 6 6 ആണ്. 3 × 6 18 + 1/18 എന്ന് കിട്ടി അല്ലേ. ഇവിടെ ഇപ്പോൾ നമുക്ക് രണ്ട് ഡിനോമിനേറ്ററും സെയിം ആയിട്ട് കിട്ടി. അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാലോ. 6 + 1 7/18 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ 7/18 എന്നിവിടെ എഴുതി കൊടുക്കാം. അതുപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1/2 + 4/14. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? ഇതിനെ സെയിം ഡിനോമിനേറ്റർ ആക്കി കൊടുക്കണം അല്ലേ. അതിനു വേണ്ടി 2ൻ്റെയും 14ൻ്റെയും LCM കാണാം. 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 എഴുതി, 7 എഴുതി. ഇനി 7 ആയിട്ട് ചെയ്യാം. 1 1. ഇനി 2 × 7 14 തന്നെയാണ് അതിൻ്റെ LCM. അപ്പോൾ ഇതിനെ രണ്ടിനെയും 14 ആക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം?
ഇവിടെ ഇൻറ്റു സെവൻ കൊടുക്കാം. ഇത് ഓൾറെഡി 14 ആണല്ലോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 7/14 പ്ലസ് 4/14. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയി. 7 + 4 11/14 എന്ന് എഴുതാം. മനസ്സിലായോ കൂട്ടുകാരെ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാരെ? 1/4 + 2/28. അതൊന്നും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ? ഞാനിവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ ഒപ്പം ചെയ്തു നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കൂ. അപ്പം ഞാനത് ക്ലിയർ ചെയ്ത് തരാം. 1/4 + 2/28 ആണ്. അപ്പോൾ നമുക്ക് ഈ 4ൻ്റെയും 28ൻ്റെയും LCM നോക്കാം. 4 × 28 നമുക്ക് ആദ്യം 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 4ൽ 2 2 ടൈംസ്, 2ൽ 2 1 ടൈം, 8ൽ 2 4 ടൈംസ്. ഇനിയും 2 ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. 2ൽ 2 1 ടൈം, 14ൽ 2 7 ടൈംസ്. ഇനി നമുക്ക് 7 ആയിട്ട് ചെയ്യാം. 1 എന്ന് കിട്ടി. നോക്കൂ, 2 × 2 is 4, 4 × 7 is 28. ഇതിൻ്റെ LCM നമുക്ക് 28 എന്നാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താലാണ് ഈ 4നെ 28 ആക്കാൻ പറ്റുമെന്ന് നോക്കാം. 4 × 7 ആണ് അല്ലേ 28. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ 7 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. അതൊരിക്കലും മറക്കരുത് കേട്ടോ. 1 × 7 7/4 × 7 28 + 2/28. അപ്പോൾ ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 7 + 2 9 ആണ്. ഈ 28 അതുപോലെ എഴുതി കൊടുക്കാം. അപ്പോൾ 9/28 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്തത് നമുക്ക് 1/2 + 3/16 ആണ്. അതും കൂടെ ചെയ്ത് നോക്കാം. 1/2 + 3/16 നമുക്ക് LCM കാണണം അല്ലേ? 2ൻ്റെയും 16ൻ്റെയും LCM കാണാം. 2ൽ 2 1 ടൈം, 16ൽ 2 8 ടൈംസ്. 8 ഇവിടെ എഴുതി. 1 1. ഈ 2 × 8 16 ആണ്. അപ്പോൾ ഇതിൻ്റെ LCM 16 എന്നാണ്. ഇതിവിടെ 16 ആണ്. ഇതിനെ 16 ആക്കാനായിട്ട് × 8 കൊടുക്കാം. അപ്പോൾ നമുക്ക് 8/16 + 3/16 എന്ന് കിട്ടി. ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 8 + 3 is 11/16. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി അടുത്തതായിട്ട് നമുക്ക് 2/7 + 3/21 നോക്കാം. അപ്പോൾ നമുക്ക് 21ൻ്റെയും 7ൻ്റെയും LCM നോക്കാം. ഇത് നമുക്ക് 7 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 and 3, പിന്നെ 3 ആയിട്ട് ചെയ്യാം. അപ്പോൾ 1 and 1, 7 × 3 is 21. അപ്പോൾ ഈ 7 നമുക്ക് 21 ആക്കി മാറ്റാനായിട്ട് ഇവിടെ × 3 കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ 2 × 3 is 6/7 × 3 is 21 + 3/21. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 6 + 3 is 9, 21 അതുപോലെ തന്നെ എഴുതി കൊടുക്കാം. അപ്പോൾ 9/21 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ആൻസർ അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇതുപോലെ ആൻസറുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിൽ വേണം എഴുതി കൊടുക്കാനായിട്ട്. ഇവിടെ 7/18 ഒന്നും നമുക്ക് ഒന്നുമായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും പറ്റില്ല. പക്ഷെ നമുക്ക് 9/21നെ ഒന്ന് സിംപ്ലസ്റ്റ് ഫോമിലാക്കാം. 9ൽ 3 ടൈംസ്, 21ൽ 3 7 ടൈംസ്. അപ്പോൾ നമുക്ക് 3/7 എന്ന് എഴുതി കൊടുക്കാം കേട്ടോ. നമ്മൾ ആൻസറുകൾ എഴുതുമ്പോൾ എപ്പോഴും സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതി കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് മിക്സ് ഫ്രാക്ഷൻ്റെ എഡിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ ടേമിനെയും എടുത്തിട്ട് അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. 6 1/8നെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റണം. അതിനെ എങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്? 6 × 8 ചെയ്യണം, +1 / 8. അപ്പോൾ 6 × 8 എന്ന് പറയുമ്പോൾ 48 + 1/8 49/8 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ആ 49/8 എഴുതാം. ഇനി നമുക്ക് 5 7/8നെ അതുപോലെ ചെയ്യണ്ടേ? അത് എഴുതി കൊടുക്കാം. എന്നിട്ട് 5 × 8 + 7/8. 5 × 8 40 + 7/8 47/8 ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. ഈ 49ഉം 47ഉം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 47 + 49 = 7 + 9 is 16. 6 here, 1 up. 1 + 4 is 5. 5 + 4 is 9.
96/8 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് വേണം? ഇതിനെ നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതി കൊടുക്കണം. സിംപ്ലസ്റ്റ് ഫോമിലാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് ചെറുതാക്കണം. അപ്പോൾ 9ൽ 2 4 ടൈംസ് 1 ബാലൻസ്, 16ൽ 2 8 ടൈംസ്, 8ൽ 2 4 ടൈംസ്. രണ്ടും ഒരു തവണ നമ്മൾ 2 ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ന്യൂമറേറ്ററും കട്ട് ചെയ്തു, ഡിനോമിനേറ്ററും കട്ട് ചെയ്തു. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആൻസർ എത്രയാണ്? 48/4 ആണല്ലോ. ഇനി നമുക്കിതിനെ കട്ട് ചെയ്യാലോ. 4ൽ 2 2 ടൈംസ്, 8ൽ 2 4 ടൈംസ്, 4ൽ 2 2 ടൈംസ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 24/2 ഉണ്ട്. ഇതിനെ വീണ്ടും കട്ട് ചെയ്യാം. 2ൽ 2 1 ടൈം, 4ൽ 2 2 ടൈംസ്, 2ൽ 2 1 ടൈം. നമുക്ക് 12/1 എന്ന ആൻസർ കിട്ടി. 12 തന്നെ അല്ലേ. ആദ്യം നമ്മൾ മിക്സ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റി. അപ്പോൾ രണ്ട് ഡിനോമിനേറ്റേഴ്സും സെയിം ആയിരുന്നു. അതിനെ ഡയറക്റ്റ് ആഡ് ചെയ്ത് എഴുതിയ ആൻസറിനെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലാക്കി എഴുതി കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം. 8 3/6 + 7 5/6 ആണ്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം. എങ്ങനെ എഴുതുന്നത് കൂട്ടുകാരെ? 8 × 6 + 3/6. 8 × 6 എന്ന് പറയുമ്പോൾ 48 ആണ്. +3/6 51/6 എന്ന് കിട്ടും അല്ലേ. 48 + 3 = 51/6. അപ്പോൾ അതിവിടെ എഴുതി കൊടുക്കാം നമുക്ക്. 51/6 +7 5/6നെയും നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. 7 × 6 + 5/6 ആണ്. 7 × 6 = 42 + 5/6 47/6 എന്ന് കിട്ടി. അത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 51 + 47 = 1 + 7 = 8, 5 + 4 = 9, 98/6 എന്ന് കിട്ടും നമുക്ക്. നമ്മുടെ ഫൈനൽ ആൻസർ എപ്പോഴും സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാൻ ശ്രദ്ധിക്കണം കൂട്ടുകാരെ. 98/6നെ നമുക്ക് 2 ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അല്ലേ. 9ൽ 2 4 ടൈംസ്, 1 ബാലൻസ്, 18ൽ 2 9 ടൈംസ്, 6ൽ 2 3 ടൈംസ്. നമുക്ക് 49/3 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇതിൽ 3 2/8നെ നമുക്കൊന്ന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. അപ്പോൾ 3 × 8 + 2/8. 3 × 8 = 24 + 2/8, that is 26/8. അതിവിടെ എഴുതാം. ഇനി നമുക്ക് 6 7/8 നോക്കാം. 6 7/8 = 6 × 8 + 7/8. 6 × 8 = 48 + 7/8. 48 + 7 = 55/8. നമുക്കിവിടെ 55/8 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഈ 55ഉം 26ഉം കൂടെ ആഡ് ചെയ്യാം. 5 + 6 = 11, 1 here, 1 up, 1 + 5 = 6, 6 + 2 = 8. നമുക്ക് 81 എന്ന് കിട്ടി /8. അപ്പോൾ നമ്മൾ മിക്സ് ഫ്രാക്ഷൻ്റെ അഡീഷനും ഭംഗിയായിട്ട് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് സബ്ട്രാക്ഷനും ചെയ്ത് നോക്കാം. സബ്ട്രാക്ഷനിലും ഇവിടെ ഇത് സെയിം ഡിനോമിനേറ്റേഴ്സ് ആണ്. വേറെ കാൽക്കുലേഷൻസ് ഒന്നും നോക്കാനില്ല. അഡീഷൻ്റെ സെയിം റൂളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ന്യൂമറേറ്ററിൽ എന്താ വരുന്നത്? 7ഉം 4ഉം ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ 7/8 - 4/8 = 7 - 4 = 3. ഈ ഡിനോമിനേറ്റർ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് നമുക്ക് 7/9 - 3/9 ആണ്. 7 - 3 = 4 and this denominator 4/9. അടുത്തത് 2/3 - 1/3 = 2 - 1 = 1/3. ഓക്കെ. അടുത്തത് 8/9 - 2/9 ആണ്. 8 - 2 = 6/9. അപ്പോൾ ഇനി മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷനിൽ ആദ്യം തന്നെ ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും കൂടിയുള്ള മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത്. 1 × 1/6. ഇവിടെ നമുക്ക് ഈ ഹോൾ നമ്പറിൽ ഡിനോമിനേറ്റർ ഒന്നും കാണുന്നില്ല. നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നമ്മുടെ വക ഒരു ഡിനോമിനേറ്റർ കൊടുക്കാം. 1/1 എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ? 1 തന്നെയാണ് അല്ലേ.
ഇനി നമുക്ക് ഈ രണ്ട് ന്യൂമറേറ്ററുകളും ഡിനോമിനേറ്ററുകളും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. നമ്മൾ അഡീഷൻ്റെ സബ്ട്രാക്ഷൻ്റെ റൂൾസിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എന്താണോ ന്യൂമറേറ്റർ ഉള്ളത് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്താണോ ഡിനോമിനേറ്റർ ഉള്ളത് അത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 1 × 1 1 എഴുതി, 1 × 6 6 എഴുതി. അങ്ങനെ ഡിനോമിനേറ്റർ നിങ്ങൾ എഴുതണമെന്നോ യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ആർക്കെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എഴുതി കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താ? 1/6. ഇനി അടുത്തത് നോക്കാം. ഇവിടെ എന്താ? 7 × 4/8. 2ൽ 2 1 ടൈം, 8ൽ 2 4 ടൈംസ്, 8ൽ 2 4 ടൈംസ് ഇവിടെയും കൊടുത്തു. ഇനി 14ൽ 2 7 ടൈംസ്, 4ൽ 2 2 ടൈംസ്, 7/2 എന്ന ആൻസർ കിട്ടി. അത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് 2 ഫ്രാക്ഷൻസ് ആണ്. അതെങ്ങനെയാണ് നോക്കാം. 14/8 × 9/6 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ ക്യാൻസലേഷൻ കാര്യങ്ങൾ നടക്കുമോ നോക്കാം. നമുക്ക് 14 8 കൂടെ ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ 14ൽ 2 7 ടൈംസ്, 8ൽ 2 4 ടൈംസ് കിട്ടി. ഇനി 9ഉം 6ഉം കൂടെ കട്ട് ചെയ്യാം. അവിടെ 9ൽ 3 3 ടൈംസ്, 6ൽ 3 2 ടൈംസ് കിട്ടി. ഇതിൻ്റെ ന്യൂമറേറ്റേഴ്സും ഡിനോമിനേറ്റേഴ്സും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 7 × 3 ഈസ് 21 ആൻഡ് 4 × 2 ഈസ് 8. കണ്ടോ? ഇതാണ് നമ്മുടെ ആൻസർ. അതിവിടെ എഴുതി കൊടുക്കുക കേട്ടോ. എത്ര ഈസിയായി മൾട്ടിപ്ലിക്കേഷൻ. അതല്ലെങ്കിൽ നമ്മൾ 14 × 9 ഒക്കെ ചെയ്യാൻ പോകണ്ടേ? അപ്പോൾ അത് വേണ്ടല്ലോ. അപ്പോൾ നമുക്ക് 7 × 3 വളരെ ഈസി ആയിട്ട് കിട്ടിയില്ലേ? അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ കാൽക്കുലേഷൻസ് ഈസി ആവാനായിട്ടാണ് നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുന്നത് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. നമുക്ക് 10/4 × 4/3. ഇതിൽ നമുക്കൊന്ന് കട്ടിങ് ചെയ്യാം. ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, അത് രണ്ടും കട്ടായി പോയി. ഇപ്പോൾ നമുക്ക് 10/3 എന്നാണ് ആൻസർ ഉള്ളത്. ഇത് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ പ്ലസ്സോ മൈനസോ ആണെങ്കിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ കൂട്ടുകാരെ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ നമ്പറുകൾ ക്യാൻസൽ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ 10/3 എന്ന് കിട്ടി. പിന്നെ അടുത്തത് 47/12 × 7/6 ആണ്. ഇവിടെ നമുക്ക് കട്ടിങ് ഒന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 47 7 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 7 × 7 ഈസ് 49, 9 ഹിയർ, 4 അപ്പ്, 4 × 7 ഈസ് 28, 28 + 4 ഈസ് 32, 329. 12 × 6 72 ആണ്. അത് ഞാനിവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആൻസർ ഇതുപോലെ എഴുതി കൊടുക്കാം. 329/72. ഇനി ഡിവിഷൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. 1/3 / 4 ആണ്. നമുക്ക് ഡിവിഷൻ ചെയ്യാനായിട്ട് ഒരു ഈസി മെത്തേഡ് ഉണ്ട്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ടും എഴുതുന്ന സമയത്ത് നമുക്കിതിനെ എങ്ങനെ എഴുതാം? 1/3 / 4/1 എന്ന് എഴുതാം. ഇത് ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിലെ ഈ ഒരു ഫ്രാക്ഷനെ റെസിപ്രോക്കലായിട്ട് എഴുതിയാൽ മതി. റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ മേലോട്ടും ന്യൂമറേറ്റർ താഴോട്ടും എഴുതുന്നു. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒന്ന് അപ്സൈഡ് ഡൗൺ ആയിട്ട് എഴുതി കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ 2/3 ആണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ റെസിപ്രോക്കൽ എഴുതുകയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? 3/2. ഈ 3 മേലോട്ടും പോയി 2 താഴോട്ടും വന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ. ഇനി നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ നമുക്ക് 1 × 1 ഈസ് 1/3 × 4 ഈസ് 12. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ ഡിവിഷൻ. 1/12 ആണ് നമ്മുടെ ആൻസർ അല്ലേ. ഇനി അടുത്തത് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 2/5 / 7. 2/5 × ഇവിടെ ഒരു ഡിനോമിനേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് 1/7 എന്ന് എഴുതാമല്ലോ. അത്രയല്ലേ ഉള്ളൂ. ഇവിടെ നമ്മൾ നമ്മുടെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മുടെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ 1 എഴുതുന്നു എന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ റെസിപ്രോക്കൽ എങ്ങനെ എഴുതുന്നു എന്നൊരു കൺഫ്യൂഷൻ തോന്നും അല്ലേ. ഇപ്പോൾ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഇനി നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 1 ഈസ് 2, 5 × 7 ഈസ് 35. അപ്പോൾ സെയിം മെത്തേഡ് തന്നെ നമുക്ക് ഇതിലും നോക്കാം. 1/2 / 2 ആണ്. അപ്പോൾ 1/2 × ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതുമ്പോൾ 1/2 എന്ന് വരുമല്ലോ. അപ്പോൾ ഇതിനെ 1/4 എന്ന് എഴുതാം. ഇനി അടുത്തതായിട്ട് ഡെസിമൽ അഡീഷൻ ആണ് ഇവിടെ ഉള്ളത്.
ഡെസിമൽ അഡീഷനിൽ പ്രത്യേകമായിട്ടൊന്നുമില്ല, നമ്മൾ സാധാരണ അഡീഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. 72.3 പ്ലസ് 5.64. നമുക്ക് പ്ലേസ് വാല്യൂ ആണ് ശ്രദ്ധിക്കാനുള്ളത്. എപ്പോഴും അത് ശ്രദ്ധിക്കണം. ഇവിടെ പോയിട്ട് 5.64 എന്നൊന്നും എഴുതരുത്. ഡെസിമൽസ് എപ്പോഴും ഒരേ ലൈനിലുണ്ടാവണം. ഇത് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 4, 6 + 3 is 9, 5 + 2 is 7, 77.94 എന്ന് കിട്ടി. കൂട്ടുകാരെ, നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡെസിമൽസ് ഇട്ട് കൊടുക്കുന്നത് ഒരേ ലൈനിൽ തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ പ്ലേസ് വാല്യൂ അനുസരിച്ച് വേണം നമ്പേഴ്സ് എഴുതാനായിട്ട് കേട്ടോ. എപ്പോഴും അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആയിരിക്കും. അടുത്തത് നോക്കാം നമുക്ക്. 18.3 പ്ലസ് 17.5. 3 + 5 is 8. Decimal കൊടുത്തു. 8 + 7 is 15. 5 here, 1 up. 1 + 1 is 2. 2 + 1 is 3. അപ്പോൾ 35.8 എന്ന് കിട്ടി. ഇനി അടുത്തത് നോക്കാം. 3.65 പ്ലസ് 9.85. 8 + 6 is 14. 4 here. ഡെസിമൽ അവിടെ തന്നെ കൊടുക്കണം കേട്ടോ. 5 എഴുതി. 6 + 8 is 14. 4 here, 1 up. ഈ പോയിന്റ് ഇവിടെ തന്നെ കൊടുക്കണം. 1 + 3 is 4. 4 + 9 is 13. 13.45 ആണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. 16.6 പ്ലസ് 2.87. ഇവിടെ 7. 6 + 8 is 14. 4 here, 1 up. ഡെസിമൽ ഇവിടെ തന്നെ ഇട്ട് കൊടുക്കുക. 1 + 6 is 7. 7 + 2 is 9. 1 എഴുതി. അപ്പോൾ നമുക്ക് 19.47 എന്ന ആൻസർ കിട്ടി. ഇതാണ് നമ്മുടെ ഡെസിമൽ അഡീഷൻ. ഡെസിമൽ സബ്ട്രാക്ഷൻ നോക്കാം. സാധാരണ സബ്ട്രാക്ഷൻ ചെയ്യുന്നത് പോലെ തന്നെയുള്ളൂ, വേറെ മാറ്റമൊന്നുമില്ല. 4.27 മൈനസ് 2.62. 7 - 2 is 5. 2 - 6 പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ 4ൽ നിന്നും 1 ബോറോ ചെയ്തു. ഇത് 12 ആയി. ഇവിടെ 3 ആയി മാറി. 12 - 6 6 ആണ്. ഇവിടെ ഡെസിമൽ കൊടുത്തു. 3 - 2 is 1. 1.65 എന്നാണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. 5.25 മൈനസ് 1.44. 5 - 4 is 1. 2 - 4 പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 1 അങ്ങോട്ട് കൊടുത്തു. ഇവിടെ 4 ആയി. 12 - 4 8 ആണ്. 4 - 1 is 3. അപ്പോൾ നമുക്ക് 3.81 എന്ന് എഴുതാം. ഇനി അടുത്തത് 6.44 മൈനസ് 2.83. 4 - 3 is 1. 4 - 8 പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെ നിന്ന് ബോറോ ചെയ്തു. ഇത് 14 ആയി. ഇവിടെ 5 ആയി. 14 - 8 6 ആണ്. 5 - 2 3 ആണ്. നമ്മുടെ ആൻസർ 3.61. ഇനി നമുക്ക് ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ഡെസിമൽസ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെസിമൽ ഒന്നും ഇല്ലാത്ത പോലെ തന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഡെസിമൽസ് കൗണ്ട് ചെയ്തിട്ട് ഫൈനൽ ആൻസറിൽ എഴുതി കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ 1.28 ഇൻറ്റു 2.12 എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 128 ഇൻറ്റു 212 എന്ന് ചെയ്യാം. 8 × 2 is 16. 6 here, 1 up. 2 × 2 is 4. 4 + 1 is 5. 1 × 2 is 2. അടുത്ത സ്റ്റെപ്പ് 1 × 8 is 8. 1 × 2 is 2. 1 × 1 is 1. 2 × 8 is 16. 6 here, 1 up. 2 × 2 is 4. 4 + 1 is 5. 2 × 1 is 2. 6. 8 + 5 is 13. 3 here, 1 up. 1 + 2 is 3. 3 + 2 is 5. 5 + 6 is 11. 1 here, 1 up. 1 + 1 is 2. 2 + 5 is 7. 2. അപ്പോൾ നമ്മുടെ ആൻസർ 27136 എന്ന് എഴുതിയിട്ട് ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടായിരുന്നോ അത്രയും ഡെസിമൽ നമ്മുടെ ആൻസറിൽ കൊടുക്കണം. ഇവിടെ 2 ഡെസിമൽ പ്ലേസ്, ഇവിടെ 2 ഡെസിമൽ പ്ലേസ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 4 ഡെസിമൽ പ്ലേസ് കൊടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്ത് തുടങ്ങണം. 1 2 3 4 4 ഡെസിമൽ പ്ലേസ് നമ്മളിവിടെ കൊടുത്തു. കണ്ടോ? ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 4.081 ഇൻറ്റു
1.91 എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് നമുക്ക് ഈ ഡെസിമലൊന്നും ഇല്ലാതെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. 4081 ഇൻറ്റു 191. 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 8 8, 1 ഇൻറ്റു 0 0, 1 ഇൻറ്റു 4 4, 9 ഇൻറ്റു 1 9, 9 into 8 72, 2 here, 7 up, 9 into 0 0, 0 plus 7 is 7, 9 into 4 is 36, 1 into 1 is 1, 1 into 8 is 8, 1 into 0 is 0, 1 into 4 is 4. ഇനി നമുക്ക് ആഡ് ചെയ്യാം. 1 and plus 8 is 17, 7 here, 1 up, 1 plus 2 is 3, 3 plus 1 is 4, 4 plus 7 is 11, 11 plus 8 is 19, 9 here, 1 up, 1 plus 6 is 7, 3 plus 4 is 7. നമുക്ക് കിട്ടിയ ആൻസർ ഇങ്ങോട്ട് എഴുതാം. 7 7 9 4 7 1. ഇനി എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടായിരുന്നു എന്ന് നോക്കാം. ഇവിടെ 3 ഡെസിമൽ പ്ലേസും ഇവിടെ 2 ഡെസിമൽ പ്ലേസും, ടോട്ടൽ 5 ഡെസിമൽ പ്ലേസ് ഉണ്ട് അല്ലേ. കൗണ്ട് ചെയ്യാം. നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് കൗണ്ട് ചെയ്യേണ്ടത്. 1 2 3 4 5. അപ്പോൾ നമ്മുടെ ആൻസർ 7.79471 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ കൂട്ടുകാർ ചെയ്ത് നോക്കണം. ഞാൻ ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതി തരാം. 8.76 ഇൻറ്റു 0.18. അത് നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ ആൻസർ ഇടണേ കൂട്ടുകാരെ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഡെസിമൽ ഡിവിഷൻ. എങ്ങനെയാണ് ഡെസിമൽ ഡിവിഷൻ ചെയ്യുന്നത് നോക്കാം. 0.9 ഡിവൈഡഡ് ബൈ 0.3 എന്നല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന് നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? അപ്പോൾ ആദ്യം നമുക്കിതിനെ ഫ്രാക്ഷൻസ് ആക്കി മാറ്റാം. എങ്ങനെ ഫ്രാക്ഷൻ ആക്കണം എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ടെങ്കിൽ ഒരു 0 അല്ലേ, ഒരു 0 ഉള്ള നമ്പറാണ് എഴുതേണ്ടത്. 1ൻ്റെ കൂടെ ഒരു 0 കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതായി ഡിവൈഡഡ് ബൈ, ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ് ആണല്ലോ, 3/10 എന്ന് തന്നെ എഴുതാം. ഇനി നമ്മുടെ ഡിവിഷൻ്റെ റൂൾ എന്താ പറഞ്ഞിട്ടുള്ളത്? 9/10 എഴുതുന്നു ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് ദിസ് നമ്പർ. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 3/10ൻ്റെ റെസിപ്രോക്കൽ എന്താണ്? 10/3 ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 10ഉം ഈ 10ഉം ക്യാൻസലായി പോവും. 9ൽ 3 3 ടൈംസ്, 3ൽ 3 1 ടൈം. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 3/1, ദാറ്റ് ഈസ് 3 അല്ലേ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആൻസർ 3 എന്നാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 0.1 ഡിവൈഡഡ് ബൈ 0.02. ഇതിന് നമുക്ക് 0.1നെ 1/10 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 2/10 അല്ല, 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതണം? 100 എന്ന് എഴുതണേ. ഓരോ നമ്പറിനെ നോക്കുമ്പോൾ അതിന് നമ്മൾ ഫ്രാക്ഷൻസ് ആയിട്ട് എഴുതുമ്പോൾ അതിന് എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടോ അത്രയും സീറോസാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു ഡെസിമൽ പ്ലേസേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് 10 കൊടുത്തു. ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ 100 എന്ന് കൊടുത്തു. ഇനി നമ്മുടെ ഡിവിഷൻ്റെ റൂൾ എന്തായിരുന്നു? 1/10 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതണം അല്ലേ, 100/2. ഇനി നമുക്ക് ഈ 2 സീറോസും ക്യാൻസൽ ചെയ്യാം. 10ൽ 2 5 ടൈംസ്, 2ൽ 2 1 ടൈം. അങ്ങനെയും കട്ടിങ് നടക്കും. ഇങ്ങനെ ക്രോസ് കട്ടിങ്ങും ചെയ്യാൻ പറ്റും നമുക്ക്. ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ഇതുപോലെ കട്ടിങ് ചെയ്യാൻ പറ്റും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ്റെ സൈൻ കാണുമ്പോൾ മാത്രമേ അങ്ങനെ ചെയ്യാവൂ കേട്ടോ. അഡീഷനിലും സബ്ട്രാക്ഷനിലൊക്കെ നിങ്ങൾ അങ്ങനെ ക്രോസ് ആയിട്ടൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോവും കേട്ടോ. ഇപ്പോൾ 1 ഇൻറ്റു 5 5, ഇവിടെ നമുക്ക് 1 5/1, അത് 5 തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ നമുക്ക് 5 എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതെല്ലാം ശരിക്കും മനസ്സിലാക്കിയിട്ട് പഠിക്കണം കേട്ടോ കൂട്ടുകാരെ. ഇവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാൽ പെട്ടെന്ന് ക്ലിയർ ചെയ്യണം. ഇതൊക്കെ നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി വലിയ വലിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിലൊന്നും കൺഫ്യൂഷനേ ഉണ്ടാവാൻ പാടില്ല. അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളല്ലേ പഠിക്കാൻ പോകുന്നത്. ഈ കുഞ്ഞു കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ പഠിച്ചു പോകണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എഴുതി നോക്കാം. 0.6 ഡിവൈഡഡ് ബൈ 0.02. ഇതെങ്ങനെ എഴുതുന്നത്? ഒരു ഡെസിമൽ പ്ലേസ് ആണ്, അപ്പോൾ 6/10 എന്ന് എഴുതാം. ഇൻറ്റു 0.02, 2 ഡെസിമൽ പ്ലേസ് ഉണ്ട് ഇവിടെ, 2/100 എന്ന് എഴുതാം.
ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ 6നെയും ഈ 10നെയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. 6ൽ 2 3 ടൈംസ്, 10ൽ 2 5 ടൈംസ്, 2ൽ 2 1 ടൈം, 10ൽ ഇവിടെ 5 ടൈംസ്. ഈ 0 കൂടെ കൊടുത്തു. ഇനി ഏതെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് 3 × 1 3 എന്ന് എഴുതാം. 5 × 50, 5 × 5 ഈസ് 25. ഈ 0 കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് 3/250 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ്. 0.8 ഡിവൈഡഡ് ബൈ 0.04 ചെയ്യണേ. ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ ആൻസർ തരണേ എനിക്ക്. അപ്പോൾ കൂട്ടുകാരെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? സൊല്യൂഷൻസ് എല്ലാം ക്ലിയർ ആയില്ലേ കൂട്ടുകാരെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മടി വിചാരിക്കരുത്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരെ. ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് എന്താ അല്ലേ? ചെയ്യില്ലേ കൂട്ടുകാരെ? നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണേ. എന്നാൽ ശരി കൂട്ടുകാരെ, ബൈ ബൈ, താങ്ക് യു.